നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ 3 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തെ കൈവിടില്ലെന്ന് പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു 24-നോട്. തുരങ്കപാത അടക്കമുള്ള വികസന മുന്നേറ്റം ജനങ്ങൾ വിലയിരുത്തും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയും മാനന്തവാടി MLAയുമായ ശ്രീ OR കേളുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 2016 മുതൽ മാനന്തവാടി മണ്ഡലത്തിലെ MLA ആണ്. 2021 എത്തുമ്പോൾ മുൻപത്തേക്കാളും ഭൂരിപക്ഷം ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മാനന്തവാടിയിൽ തന്നെ ഉണ്ടാകുമോ? അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചയും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു തലത്തിലും നടന്നിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം എന്ന് സംബന്ധിച്ച് പാർട്ടി ഏകദേശം മാർച്ച് മാസത്തിലൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചർച്ച ചെയ്തിട്ട് ആരാണ് മാനന്തവാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടത് സംബന്ധിച്ച് പാർട്ടി ആ സമയത്ത് ആരെങ്കിലും കണ്ടെത്തും. ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. 3 മണ്ഡലവും ഞങ്ങളെ കൈവിടില്ല. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ വയനാട് ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ നമ്മുടെ തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, ലോകത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ടുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വികസന മുന്നേറ്റം നടത്തിയിട്ടുള്ള 10 വർഷമാണ് LDFൻ്റെ മുമ്പിൽ കൂടി കടന്നു പോയിട്ടുള്ളത്. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ വിലയിരുത്തും. LDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.